ഹലോ ഗായ്സ്, എൻ്റെ ഫിലിപ്പീൻസ് ജീവിതം ഇനി 4 മാസം കൂടെ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഈ വർഷത്തെ പാം സൺഡേ എൻ്റെ ഫിലിപ്പീൻസിലെ ലാസ്റ്റ് പാം സൺഡേ ആണ്. അങ്ങനെ ഞാൻ രാവിലെ 5:30 പള്ളിയിൽ പോയി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. നാട്ടിലാണെങ്കിൽ പള്ളിയിലെത്തിയാൽ അവിടെ തന്നെ കുരുത്തോല നമുക്ക് കിട്ടും. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, നമ്മൾ കുരുത്തോല പുറത്തുനിന്ന് വാങ്ങിച്ചിട്ട് കൊണ്ടുപോകണം. അങ്ങനെ ഞാൻ പോയ വഴിക്ക് തന്നെ റോഡിൽ നിന്ന് ഒന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പള്ളിയെത്തിയപ്പോൾ പള്ളിയുടെ ഫ്രണ്ടിൽ കുറേ വിൽക്കുന്നുണ്ടായിരുന്നു കുരുത്തോല. അങ്ങനെ പള്ളിയിൽ നിന്ന് കുറച്ച് നടക്കുന്ന സ്ഥലത്ത് ഫസ്റ്റ് ഇവിടെ വെച്ചായിരുന്നു സ്റ്റാർട്ടിങ്. അങ്ങനെ ഞാൻ പോയപ്പോൾ ഓൾമോസ്റ്റ് കുരുത്തോല വെഞ്ചരിപ്പൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ പോയി അവസാനം എത്തിയോണ്ട് തന്നെ തിരിച്ച് നടക്കാൻ വേണ്ടി തിരിഞ്ഞപ്പോൾ ഓൾട്ടർ ബോയ്സിൻ്റെ തൊട്ട് പുറകെ തന്നെ ആയിട്ടുണ്ടായിരുന്നു. ലാസ്റ്റാണ് എത്തിയതെങ്കിലും വരി തിരിഞ്ഞപ്പോൾ ഞാൻ ഫസ്റ്റായി ഗായ്സ്. ഇവരുടെ നടത്തമൊക്കെ കാണാൻ നല്ല പ്രത്യേക ഭംഗിയാണ്. അങ്ങനെ പള്ളി എത്തും മുമ്പ് ഇങ്ങനെ ശാന്തരായി അങ്ങോട്ടും ഇങ്ങോട്ടും കാലൊക്കെ വെച്ചാണ് എല്ലാവരും നടന്നുകൊണ്ട് വരുന്നത്. പിന്നെ പള്ളി എത്താറായപ്പോൾ ഉള്ള അവസ്ഥ, എൻ്റെ പള്ളിയിലൊക്കെ സ്ഥിരം ഞാൻ കാണാറുള്ള അതേ അവസ്ഥ. സീറ്റിന് വേണ്ടി ഓടുക. നേരത്തെ പള്ളി കയറിയില്ലെങ്കിൽ സീറ്റ് കിട്ടൂല, കുരുത്തോല ഞായറൊക്കെ ആയതുകൊണ്ട് നല്ല തിരക്ക് കാണും. ഇവിടെയൊക്കെ വെച്ച് എല്ലാവരും നല്ല സ്ലോയിൽ നല്ലതായിട്ടായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്. പള്ളി എത്തിയപ്പോൾ എല്ലാവരും കൂട്ടത്തോടെ ഒരു ഓട്ടോ ആയിരുന്നു. പള്ളിയുടെ ഫ്രണ്ടിലെത്തിയപ്പം അടുത്ത് കുരുത്തോല വെഞ്ചരിക്കാൻ വേണ്ടി അവിടെയും കുറേ പേര് നിൽപ്പുണ്ടായിരുന്നു. അവരൊന്നും തുടങ്ങിയ സ്ഥലത്ത് വന്നിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അവർ പാം ബ്ലസ് ചെയ്യാൻ നിന്നപ്പോൾ ഞാനും അവരുടെ കൂടെ പോയി നിന്നു. അങ്ങനെ എൻ്റെ കുരുത്തോലയെ അച്ഛൻ ബ്ലസ് ചെയ്തു. ഈ പള്ളിയിലെ കുർബാനയ്ക്ക് 2 അച്ഛന്മാരായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ 2 പേരുടെ കയ്യിൽ നിന്ന് ഞാൻ ബ്ലെസ്സിങ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കുരുത്തോലയ്ക്ക്. ഇവിടുത്തെ കുരുത്തോലയൊക്കെ ഡെക്കറേഷനൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. എപ്പോഴും നാട്ടിൽ കിട്ടുന്ന ഒറ്റ കുരുത്തോലയിൽ കുരിശൊക്കെ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതൊന്നും മറക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ വന്ന വഴിക്ക് റോഡിൻ്റെ സൈഡിൽ നിന്ന് ഒരു കുഞ്ഞു തെങ്ങിയിൽ നിന്ന് ഒരു ഓല ഇതൾ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അതാണ് ഇതിൻ്റെ ഫ്രണ്ടിൽ കാണുന്ന ഒരു കുഞ്ഞു കുരിശ്. പിന്നെ ഞാൻ പോയ കുർബാന കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ ഇതേപോലെ അടുത്ത കുർബാനയ്ക്കുള്ളവർ ഇതേപോലെ കുരുത്തോല വീശിക്കൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോഴും ഒരു അച്ഛൻ വന്ന് ബ്ലെസ് ചെയ്ത് കൊടുത്തു അതൊക്കെ. പിന്നെ എന്നിട്ടാണ് അവരൊക്കെ പള്ളിക്ക് അകത്തോട്ട് കയറിയത്. ഓല മാത്രമല്ല കേട്ടോ ഇവർ പിടിക്കാറുള്ളത്, വേറെ ഇപ്പം കാണുന്ന ഈ സാധനമൊക്കെ അവർ കുരുത്തോലയായിട്ട് പിടിക്കാറുണ്ട്. ഇങ്ങനെ നല്ല ഡിസൈനിൽ പല ഡിസൈനുണ്ട് കേട്ടോ. ഇത്രയും അവർ വിൽക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ്. ഈ ഞാൻ വാങ്ങിച്ചൊരു കുരുത്തോലയ്ക്ക് ഇവിടുത്തെ 50 പെസോയാണ് കേട്ടോ. 50 എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലെ ഒരു 75 രൂപയാണ് ഇവിടെ ഒരു കുരുത്തോല വാങ്ങിക്കുന്നതിന്. ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.